കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പായ ഹൈറിച്ച് എന്ന കമ്പനി നിയമത്തിൻ്റെ കുരുക്കിൽ പറ്റിയിട്ട് കുറേ നാളുകളായി. MD ആയ പ്രതാപൻ സാർ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ടും മാസങ്ങളായി. എന്നാലും ഈ മണി ചെയിൻ കമ്പനി നാളെ തുറക്കും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന കുറേ പാവം മനുഷ്യരുണ്ട് ഈ നാട്ടിൽ. പ്രതാപനും ശ്രീനക്കൻ ലീഡർമാർക്കും തലച്ചോർ പണയം വെച്ച കുറേ പാവങ്ങൾ. അവരെ മണ്ടന്മാരെന്ന് വിളിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. പൊട്ടന്മാർ എന്ന് പറഞ്ഞാലും അവർക്ക് ദേഷ്യം വരും. അവർക്കെതിരെ പറയുന്ന ആളുകളെയും ഓൺലൈൻ ചാനലുകാരെയും ഒക്കെ തല്ലി കൊല്ലണം എന്നാണ് ഇവരിൽ ചിലരൊക്കെ പറയുന്നത്. അതുകൊണ്ട് അവരെ പേടിച്ചത് കാരണം ഇനി മണ്ടന്മാരെന്ന് ഹൈറിച്ചുകാരെ വിളിക്കില്ല, പൊട്ടന്മാരെന്നും അവരെ വിളിക്കില്ല. ഇപ്പോൾ ഈ ബുദ്ധിശാലികൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് ഇവരുടെ സൊസൈറ്റി ഉദ്ഘാടനം ചെയ്യിക്കണമെന്നാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ പറയുകയും അങ്ങനെ EDയുടെ കേസിൽ നിന്നും ഒഴിവായി പോരാൻ സാധിക്കും എന്നുമാണ് ഇവരുടെ കണ്ടെത്തൽ. ജയിലിൽ കിടക്കുന്ന പ്രതാപൻ സാറിനെ പുറത്തിറക്കാൻ സുരേഷ് ഗോപി വഴി ഒന്ന് ശ്രമിക്കണം എന്നാണ് ഇവറ്റകളുടെ അഭിപ്രായം. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയെങ്കിലും BJPയുമായി ചേർന്ന് ഈ കേസ് ഒഴിവാക്കി വീണ്ടും മണി ചെയിൻ ഇവിടെ നടത്തണം. ആ ഓഡിയോ ഒന്ന് കേട്ടു നോക്കാം. EDന്റെ കേസ് വിഡ്രോ ചെയ്യണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ സാധിക്കുള്ളൂ. എത്ര കേസുകൾ അങ്ങനെ വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ട് മുന്നേ. BJPക്കാരുടെ പല കേസും, കൊടകര കേസ് വരെ വിഡ്രോ ചെയ്തില്ലേ, ആ കൊയൽപ്പണ കേസൊക്കെ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ED വിചാരിച്ചാൽ എന്തും നടക്കും. ED വിചാരിക്കണമെങ്കിൽ നരേന്ദ്രമോദി വിചാരിക്കണം. അദ്ദേഹത്തെ നമ്മളെ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ പറ്റുമോ തിരുവനന്തപുരത്തേക്ക് എന്നും കൂടി ആലോചിച്ചോളി. നമ്മളെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിനെ വിളിച്ചാൽ നന്നാവും. ആദ്യം ഇദ്ദേഹമായിട്ട് ഈ പാർട്ടിക്കാരെയൊക്കെ ആയിട്ടൊന്ന് ബന്ധപ്പെടണം. വേറൊരു അതീവ ബുദ്ധിശാലിയായ ഹൈറിച്ച് മെമ്പർ പറയുന്നത്, നമുക്ക് അലഹബാദ് കോടതിയിൽ കേസ് കൊടുക്കാം, അവരാണത്രേ എല്ലാ കേസും പെട്ടെന്ന് തീർക്കുന്നത്. അതേപോലെ അലഹബാദിൽ ഈ കോടതിയുടെ അയൽവക്കത്ത് ഏതെങ്കിലും ഹൈറിച്ചുകാർ താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് എതിരാളികൾക്കെതിരെ കേസ് കൊടുക്കാനും പറയുന്നുണ്ട്. ആ ബുദ്ധിപരമായ നീക്കവും ഒന്ന് കേട്ടു നോക്കാം. നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മൾ ഹൈറിച്ചിന്റെ പ്രവർത്തന ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ. കേരളത്തിൽ മാത്രമല്ല ഹൈറിച്ചുള്ളത്. അപ്പം നമ്മൾ അലഹബാദ് ഹൈക്കോടതിയിലൊക്കെ ആണെങ്കിൽ സംഗതി എളുപ്പം നടക്കും. 2 ആഴ്ച കൊണ്ട് കേസ് തീരും. അലഹബാദ് ഹൈക്കോടതിയിലൊക്കെ ആണെങ്കിൽ അവിടെ നമ്മളെ എതിരാളികൾക്കെതിരെ കേസ് കൊടുക്കാനും നഷ്ടപരിഹാര കേസ് കൊടുക്കാനൊക്കെ ആ അലഹബാദ് ഹൈക്കോടതിൻ്റെ പരിസരത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആ പ്രദേശത്ത് താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് കേസ് അവിടെ കൊടുപ്പിച്ചാൽ ഈ കേസ് പെട്ടെന്ന് തീരും. കാരണം പ്രതാപൻ സാറിൻ്റെ ബെയിലും അതോടൊപ്പം തന്നെ അത് കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചാലേ നടക്കുള്ളൂ. സുരേഷ് ഗോപി മുഖേന അത് ചെയ്യാൻ പറ്റെങ്കിൽ അത് അദ്ദേഹത്തോടുള്ള സ്നേഹമുള്ളവർ ഉണ്ടെങ്കിൽ അദ്ദേഹം നമ്മളത് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ മോശമായിക്കൊണ്ട് ആദ്യത്തെ ലെവലൊന്നും അല്ല, വളരെ പാവമാണ്. അദ്ദേഹം നമുക്ക് വേണ്ടിയാണ് അവിടെ ജയിലിൽ കിടക്കുന്നത് എന്ന് ഓർത്ത് നമ്മൾ സുരേഷ് ഗോപിനെയോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള BJPയുടെ നേതാക്കളെ കൊണ്ടോ ഈ കേസ് വിഡ്രോ ചെയ്യിപ്പിക്കാൻ, ED കേസ് വിഡ്രോ ചെയ്യിപ്പിക്കാൻ ശ്രമം നടത്തണമെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. ഇനി ഇവരെ എന്താണ് വിളിക്കേണ്ടത് എന്നത് ഒന്നുകൂടി ആലോചിക്കേണ്ട അവസ്ഥയാണ്. ഇത് വെറും മണ്ടന്മാരോ പൊട്ടന്മാരോ അല്ല, അസൽ കഴുതകളാണ്. അതും നല്ല മരക്കഴുതകൾ. നിൻ്റെയൊക്കെ മണി ചെയിൻ സൊസൈറ്റി ഉദ്ഘാടിക്കാനാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരേണ്ടത്? സുരേഷ് ഗോപി എന്ന വ്യക്തി കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹമാണോ നിൻ്റെയൊക്കെ ഊടായ്പ കമ്പനിയെ വീണ്ടും കേരളത്തിൽ കൊണ്ടുവരേണ്ടത്? ഇവന്മാർ ഇപ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, എതിരാളികൾ ശക്തരാണ്. ആരാണ് നിങ്ങളുടെ എതിരാളികൾ? കേസ് കൊടുത്ത വത്സൻ സാറോ അനിൽ അക്കരെയോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യുന്നവരല്ല നിങ്ങളുടെ എതിരാളികൾ. അത് ഈ നാട്ടിലെ സർക്കാരാണ്, ഇവിടുത്തെ നിയമവുമാണ്. ഒരു തട്ടിപ്പ് കമ്പനിക്കെതിരെ നിൽക്കുന്നത് ഈ നാട്ടിൽ എഴുതി ഉണ്ടാക്കിയ നിയമവ്യവസ്ഥയാണ്. അപ്പോൾ നിങ്ങളുടെ എതിരാളികൾ തീർച്ചയായും ശക്തരാണ്. നിങ്ങൾക്ക് ഒരു കാലത്തും അവരെ തോൽപ്പിക്കാനും ആവില്ല. ചുമ്മാ സൊസൈറ്റി എന്ന പേരിൽ കുറേ പാവങ്ങളുടെ പണം കൂടെ പിരിച്ചെടുക്കാം, കുറേയൊക്കെ പുതിയ വക്കീലിനും കൊടുക്കാം, അല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ ചെലവില്ലാതെ നടക്കുന്ന ഒരു കാര്യമുണ്ട്, കുത്തിയിരുന്ന് ഹൈറിച്ചിന് ജയ് വിളിക്കാം. കാശും പോകില്ല, മനസ്സിന് ഒരു സുഖവും കിട്ടും, കേൾക്കുന്ന ആളുകൾക്ക് ചിരിക്കാനുള്ള വകയും കിട്ടും.